പറന്നുയർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ എയർ ഇന്ത്യ വിമാനം അഗ്നിഗോളമായി മാറി. ഉച്ചയ്ക്ക് 1:30 230 യാത്രക്കാരും 12 ക്രൂ അംഗങ്ങളുമായി പറന്നുയർന്ന ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനം കത്തിയമർന്നത്. 625 അടി ഉയരത്തിൽ നിന്നായിരുന്നു അപകടം. നിലവിൽ 133 പേർ മരണപ്പെട്ടു. ഇതിൽ മലയാളികളും ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അഹമ്മദാബാദിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെ വിമാനത്താവളത്തിന് സമീപം മേഘാനി നഗറിലെ ജനവാസ മേഖലയിൽ MBBS വിദ്യാർത്ഥികളടക്കം താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങളുടെ മുകളിലേക്കാണ് വിമാനം തകർന്നു വീണതിന് പിന്നാലെ വിമാനം കത്തിയമരുകയായിരുന്നു. പറന്നുയർന്ന ഉടനെ തന്നെ അപായ സൂചന പൈലറ്റ് കൊടുത്തിരുന്നു. എന്നാൽ തിരിച്ച് ബന്ധപ്പെടുവാൻ സാധിച്ചിരുന്നില്ല. പരിചയസമ്പന്നരായ ക്യാപ്റ്റൻ സുമിത് സബർവാൾ, ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദർ എന്നിവരായിരുന്നു പൈലറ്റുമാർ. ക്യാപ്റ്റൻ സുമിത് സബർവാൾ 8200 മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള ആളും ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദർ 1100 മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള ആളുമായിരുന്നു. വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടനെ അപകടം സംഭവിച്ചതിനാൽ അധികമായി ഇന്ധനം ഉണ്ടായിരുന്നതും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഇതിനു മുമ്പ് സമാനമായ അപകടം 1988 അഹമ്മദാബാദിൽ സംഭവിച്ചത്. അന്ന് വിമാനത്തിലുണ്ടായിരുന്ന 130 പേരും മരിച്ചിരുന്നു. നിലവിൽ DGCA അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടാറ്റ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനിയാണ് എയർ ഇന്ത്യ. അപകട കാരണം വ്യക്തമാക്കിയിട്ടില്ല.